വീഡിയോയിലോട്ട് പോണതിന് മുന്നേ ആയിട്ട് ഉമ്മച്ചിൻ്റെ അടുക്കള ബൈ ഷെറീന എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നെക്കുക. അത് നെക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരുന്നത് കണ്ടില്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഒരു സ്പെഷ്യൽ ഹായ് റിയാഷ് റോഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തന്നെ അറിയിക്കുകയാണ്. ഇപ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അല്ലേ ബ്രെഡ് ടോസ്റ്റ്. ഇത് അങ്ങനെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ് ഇന്ന് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് 4 മണിക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്, ക്രോസ് ആയിട്ട് മുറിക്കുന്നില്ല. ഇനി വേണ്ടത് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ, അതായത് ഈ ബ്രെഡ് മുക്കിയെടുക്കണമല്ലോ, അപ്പം അതിനനുസരിച്ചിട്ട് വലിയൊരു പാത്രം, ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ പാലിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഈ ഒരു 8 ബ്രെഡ് കവർ ചെയ്യാനായിട്ട് അത്യാവശ്യം എന്തായാലും നമുക്ക് ഈ ഒരു മുട്ട മിക്സ് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ 3 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ 3 മുട്ടയിലോട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ പഞ്ചസാര ഇട്ടിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ പഞ്ചസാര ഇടുന്നില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ അന്ന് ഒരു ദിവസം വീഡിയോ ചെയ്തപ്പോൾ യൂട്യൂബിൽ നിന്നും പാത്രങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു അതിലത്തെ ഒരു സെറ്റാണ്, ഫ്രൈയിങ് പാനാണ്. നല്ല ഒരു പാത്രമാണ് കേട്ടോ. പട്ടാമ്പി KH നിന്ന് മൂത്തമ്മാടെ മോൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് ഇതാണ് ചെയ്യണത്, ആദ്യമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്, ഇതൊന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോസ്റ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾക്ക് ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്. ബട്ടർ തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ബട്ടറില്ലാത്ത അവസരങ്ങളിൽ ചിലപ്പോൾ എണ്ണയിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെ മുട്ടയുടെ മിക്സിയിൽ ബ്രെഡ് നന്നായിട്ട് മുക്കിയിട്ട് ബട്ടറിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ മതി, നല്ലോണം ഇട്ടിട്ട് അങ്ങ് ആക്കേണ്ട, കാരമലൈസ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ആക്കിയ ശേഷം ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇങ്ങനെ മുഴുവൻ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ശേഷം ഈ സെയിം പാനിലോട്ട് തന്നെ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഇതിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ല ചൂടുള്ള പാനാവുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ചിട്ട് വറ്റിപ്പോവും. അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മെൽറ്റാൻ വേണ്ടി തുടങ്ങിയ സമയം കൊണ്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുത്ത ശേഷം ആ പഞ്ചസാര അതിൽ മെൽറ്റാൻ വേണ്ടി തുടങ്ങും. നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക. അപ്പോൾ ഈ ഒരു 3 ടീസ്പൂൺ നിറച്ചിട്ട് തന്നെ പഞ്ചസാര എടുത്തോളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാവാൻ തുടങ്ങിയിട്ട് ഒരു ബ്രൗൺ കളറാവും, ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കിട്ടേണ്ടത്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഓരോ ബ്രെഡ് വീതം ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാനിങ്ങനെ ടോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 3 ബ്രെഡ് ആയപ്പോഴത്തേനും കാരമൽ തീർന്ന്, എന്നിട്ട് വീണ്ടും രണ്ടാമത് വെള്ളമൊഴിച്ച് ഇതേ സെയിം അളവിൽ അങ്ങനെ 3 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ ഞാൻ മുഴുവൻ ബ്രെഡും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രിപ്പിൽ 3 ബ്രെഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്കൊരു ലൈക്ക് തന്നോളൂ. അതുപോലെ ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം, പക്ഷെ കാരണം താഴെ കമൻറ്റിൽ പറയണം. നല്ല നല്ല കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.